നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏടത്തിയോട് എനിക്കൊരു ദേഷ്യം പിണക്കില്ലച്ച. ഇന്നലെ എന്നെ കൂടുതൽ ഒറ്റപ്പെടുത്തിയപ്പോ ഞാനല്പം നിലവിട്ട് പെരുമാറിപ്പോയെന്നേ ഉള്ളൂ. ഏട്ടത്തിക്കത് വിഷമമായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ അവിടെ പ്രശ്നം? എന്താ വന്തിയെ, സച്ചി മാപ്പ് പറയണമെന്നുണ്ടോ? ഏയ് വേണ്ടച്ചാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അച്ഛൻ ഇന്നലെ എന്നെ കുറ്റപ്പെടുത്തുകയും വഴക്കുറയും ചെയ്തപ്പോ നിരപരാധിയായി എനിക്കത് സഹിച്ചില്ല. അതാ സച്ചിയെ ഞാനും ചിലത് പറഞ്ഞത്. ഇനി ആ വിഷയത്തിലൊരു സംസാരം വേണ്ട. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനിരിക്കുമായിരുന്നു. ഈ വർഷത്തെ ബിസിനസ് കോൺഫറൻസിന്റെ ഇൻവിറ്റേഷൻ കിട്ടിയില്ലേ നിങ്ങൾക്ക്? വന്നച്ച, ഡൽഹി വെച്ച മെയിൽ വന്നിരുന്നു. പിന്നെ അവർ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പൊ എല്ലാ വർഷത്തെയും പോലെ നീയും അവന്തികയും തന്നെ പോയാ മതി. സച്ചി ഇപ്പോഴേ അതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ. ഞാൻ അവസാനം ഒന്ന് ഫൈനലൈസ് ചെയ്താൽ മതിയല്ലോ. അച്ഛനോടും ഏട്ടത്തിയോടും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ കോൺഫറൻസിന് ഏട്ടത്തി വരണ്ട. ഞാൻ ഈ കാര്യം പറയാനിരിക്കായിരുന്നു. ഞാൻ നിന്നോടൊപ്പം വരുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. ഈ വർഷം സച്ചിയും വൈസ് പ്രസിഡന്റും പോയാ മതി. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. എങ്കിലെങ്ങനെ ആവട്ടെ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടച്ച. ഇതെനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാവുന്നൊരു മീറ്റിംഗാ. അതുകൊണ്ട് ഓഫീസിൽ നിന്ന് ആരും എന്നോടൊപ്പം വരണമെന്നില്ല. പിന്നെ നീ ഒറ്റയ്ക്കാണോ പോകാൻ പോകുന്നത്? അല്ല, ഞാനും അർച്ചനയും കൂടിയേ പോകുന്നേ. ഈ കോൺഫറൻസിൽ എന്നെ അസിസ്റ്റ് ചെയ്യാൻ അർച്ചന മതി. ഇത് എന്റെ ഡിപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് അല്ലേ. അപ്പോ എന്നോടൊപ്പം ആര് വരണമെന്നുള്ളതും എന്റെ തീരുമാനമല്ലേ. സച്ചി, ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. നമ്മുടെ തന്നെ പല ബ്രാഞ്ചുകളിലെയും മറ്റു പല കമ്പനികളുടെയും മാനേജിംഗ് ഡയറക്ടേഴ്സും ബിസിനസ് മാഗ്നറ്റ്സും ഒക്കെ വരുന്നൊരു കോൺഫറൻസ് ആയത്. ഞാൻ അർച്ചനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുകയാണെന്ന് തോന്നരുത്. അങ്ങനെ ഒരു കോൺഫറൻസിൽ ഒരു പരിചയമില്ലാത്ത അർച്ചനെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അർച്ചനയ്ക്കൊരു ലാപ്ടോപ്പ് ഓണാക്കാൻ പോലും അറിയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാൻ നീയായിട്ടൊരവസരം ഉണ്ടാക്കരുത്. അത് നിന്നെ മാത്രമല്ല, നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയെ കൂടെ ബാധിക്കും. ഞാൻ പറഞ്ഞല്ലോ എടുത്തി, ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ മാത്രം മതി. അർച്ചന എന്നോടൊപ്പം വെറുതെ വരുന്നതാ. അർച്ചനയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കട്ടെ. നാളെ ഒരു സമയത്ത് അർച്ചന നോക്കിക്കൊള്ളൂല്ലോ എല്ലാം. എന്താച്ചാ ഞാൻ പറഞ്ഞ ശരിയല്ലേ? 100%. അർച്ചനയും കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. എന്നിട്ട് എപ്പോഴെങ്കിലും താല്പര്യം തോന്നിയാൽ അവളും ബിസിനസ് ചെയ്യട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.